എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയില്ല. എന്നാലും ഞാൻ രാവിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. എന്താണ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പൂവ് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നമുക്ക് ചെറിയ സൈസല്ലേ ഉണ്ടാകാറുള്ളത്. ഇത് വലിയ സൈസുള്ള ഫ്ലവറായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മി വിളക്കിൻ്റെ അപ്പുറത്തും വിൽക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഭംഗിയും ഗാംഭീര്യതയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ പഴയ ചാനലിലെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, എന്നും ഞാൻ വിളക്ക് കണ്ട് പ്രാർത്ഥിച്ചാലേ എനിക്ക് ആ ഒരു ദിവസം പോസിറ്റീവായിരിക്കാൻ പറ്റൂ. ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിനുശേഷം നേരെ കിച്ചണിലോട്ട് വന്നു. കിച്ചണൊക്കെ നല്ല സെറ്റായിട്ടാണ് ഉള്ളത്. നമുക്കറിയാലോ, രാവിലെ നമ്മുടെ കിച്ചണിലൊക്കെ ആരെങ്കിലും അല്ലെങ്കിൽ അതുപോലെ 10 മണിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ സൂപ്പറായിരിക്കുന്നത്. ഇപ്പം ഈ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ വിളക്കിലൊഴിക്കുന്ന എണ്ണയുടെ കാലി വന്നത് ഞാൻ പെട്ടെന്ന് അവിടെ വെച്ചതാണ്. എനിക്കിവിടെ ഒരു കുഞ്ഞ് തുളസി ഉണ്ട്. അപ്പോൾ ആ തുളസിക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇവിടെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് മങ്കിയുടെ ശല്യമുണ്ട്. അപ്പോൾ അതുങ്ങൾ വന്നിട്ട് എല്ലാം കഴിക്കും, വെറുതെ പറിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സേഫായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് വാഷിംഗ് മെഷീൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇന്ന് നല്ല തണുത്ത കാറ്റാണ് പുറത്തൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇഞ്ചി ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആയിട്ട് ഇഞ്ചി ചായ നന്നായിട്ട് കുടിക്കാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ, ഞാൻ 1-2 തവണ ഇങ്ങനെ ഒരു തണുപ്പുള്ള സമയത്തൊക്കെ ചെറിയ ത്രോട്ട് പെയിനൊക്കെ ഉണ്ടാകുമ്പോൾ കുടിച്ച സമയത്ത് എനിക്ക് നല്ലൊരു മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു റിലീഫ് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതിപ്പോൾ സ്ഥിരമാക്കി. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് റെസ്റ്റ് ചെയ്ത് കുടിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഏട്ടൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ആൾക്ക് കട്ടൻ ചായയും വെച്ചു. എനിക്കാണെങ്കിൽ ചായയൊക്കെ ഇങ്ങനെ സ്വസ്ഥതയിലിരുന്ന് കുടിക്കണം കേട്ടോ. പക്ഷേ പിന്നെ വിചാരിച്ചു ഇനി അത് ചൂടാക്കി കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകുമല്ലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അതേപോലെ റവ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. റവ ഉപ്മാവ് കേട്ടോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ചാനലിൽ എനിക്ക് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ എന്തോ ഒരു ഇതിൽ യൂട്യൂബിൽ നിന്ന് വേണ്ടാന്നുള്ളതിൽ ഇങ്ങനെ വെച്ചപ്പോൾ മോൻ അതെടുത്ത് കുറേ കളിച്ച് അങ്ങനെ അവസാനം അത് മൊത്തം പോയി. ഇനിയും വീണ്ടും ഒരു ട്രൈപോഡ് വാങ്ങാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ എന്തോ, കാരണം അന്ന് ഞാൻ വെറുതെ കളഞ്ഞു. പിന്നെ എനിക്ക് ചീത്ത കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്കത് സൂക്ഷിച്ചെങ്കിലും വെക്കാമായിരുന്നു. ഞാൻ അതുപോലും ചെയ്യാണ്ട് കൊച്ചിന് കളിക്കാൻ കൊടുത്തു, അവസാനത്തെ മൊത്തം പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്താ പറയുക, ഞാൻ ഒരു കയ്യിലൊക്കെ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഞാൻ ഈ പഴം കട്ട് ചെയ്യുന്നത് തന്നെ റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ഫോൺ പിടിച്ച് ലെഫ്റ്റ് ഹാൻഡിനോട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങുന്നത്. മുന്നേ ഒക്കെ ഡബിൾ ഹോസോ അങ്ങനെ എന്തോ ഇല്ലേ, അതിൻ്റെ ആയിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് എന്താ അറിയോ, ഞാൻ കുറച്ച് അധികം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടു നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കേട് വരുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള സർക്കിളിന് കണക്കായിട്ട് നമ്മുടെ ആ ഒരു ഫ്ലെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ആങ്ങളി കത്തുന്ന പോലെ കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊക്കെയുള്ള കോട്ടിങ് ഉണ്ടല്ലോ, അതൊക്കെ പോകുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്പാച്ചിലയും ഇതേപോലെ കുറച്ച് വുഡൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെയും എനിക്ക് 2 വുഡൻ സ്പൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, പുതിയ പാത്രം വന്നതിൻ്റെതാണോ എന്നറിയില്ല, കുക്കിങ്ങിന് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ആദ്യം ഉണ്ടായ പാത്രത്തിൻ്റെ പ്രശ്നം എന്താ പറയുക, മൊത്തം കോട്ടിങ് പോയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് മൊത്തത്തിൽ ഈ ഒരു പാക്കറ്റ് റവയൊന്നും നമുക്ക് വേണ്ടത് 1/2 kg ആണ്. അപ്പം ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റയും പ്രാണിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സേഫായിട്ട് അടച്ചു വെക്കാം. എല്ലാം നമുക്ക് ചിലപ്പോൾ ബോട്ടിലിൽ വെക്കണം പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു വലിയ ബാസ്ക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും മറിച്ചും എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അത് സേഫായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റവ ഞാനിപ്പോൾ ഭയങ്കര എന്താ പറയുക ലോ ആയിട്ടുള്ള ഫ്ലെയിമിലാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ കരിയൊന്നുമില്ല. പിന്നെ പുതിയ പാത്രമാണല്ലോ, അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ആ പണിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ റവയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റവ ഇതിലോട്ട് മാറ്റാം. മുന്നെയൊക്കെ എനിക്ക് ഉപ്മാവ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമെന്ന് പറയുന്ന പോലെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ എല്ലാവരും നോക്കാം. അപ്പം ഞാനൊരു വീക്കിലി 1 ടൈമെങ്കിലും ഒപ്പിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉപ്മാവിന് വേണ്ടിയിട്ട് ഇനി കുറച്ചല്ല, ഒരു ഉള്ളിയും ഒരു ക്യാരറ്റൊക്കെ എടുക്കാനാണ് നോക്കുന്നത്. ഞാനങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന പല സാധനങ്ങളും
എൻ്റെ ഉപ്മാവിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇതുകൊണ്ട് ഇവിടെ കഴിക്കണവർ എല്ലാവരും കഴിക്കാറുമുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ ഡെക്കറേഷൻ പരിപാടിക്കൊന്നും പോവാണ്ട് എത്രയും വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ക്ലാരിറ്റി കുറവായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും അത് നമ്മുടെ ഇൻഷോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ആപ്പുകളിൽ ഇട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എന്തോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഭയങ്കര കുറവാണ്. അപ്പോഴേക്കും എൻ്റെ പഴമൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്യണം. ശരിക്കും എനിക്ക് ഈ വീഡിയോ കഴിയുന്നത്ര വരെ പറയാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പുതിയതായിട്ട് വന്നതും പിന്നെ എനിക്ക് അങ്ങനെ ഇതിൽ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടും എന്നെ അറിയാത്തതുകൊണ്ടും ആരും ഇതൊന്നും കേൾക്കാനും പോണില്ല. പിന്നെ ആൾക്കാർക്ക് മടുപ്പും വരും. ഞാനിങ്ങനെ ഉള്ളി അരിയണതും ക്യാരറ്റ് അരിയണതൊക്കെ ഇട്ടിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥ കേൾക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡൊക്കെ അങ്ങ് കൂട്ടി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പറയാനൊരു സുഖമല്ലോ. അല്ലാതെ കേൾക്കാനല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുമോ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ആരെങ്കിലും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിൽ നമുക്ക് കേൾക്കാനല്ലേ പറ്റൂ, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ പിന്നെ ആ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തു. പിന്നെ നമ്മൾ ഇന്നുണ്ടല്ലോ പുറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ന്യൂ ഇയറിന് നമുക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് പോയിരുന്നു, അമ്പലത്തിൽ പോയി പുറത്തുനിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ എല്ലാ പ്ലാനും പോയി. ആകെ നമ്മുടെ മൂഡ് പോയി മൊത്തത്തിൽ. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നല്ല, സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആവും, റിക്കവർ ആവും. അപ്പോൾ പിന്നെ അത്ര നമുക്ക് ഒരു ടെൻഷൻ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ എളുപ്പപ്പണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാമല്ലോ. അപ്പോൾ ഇന്ന് പുറത്ത് പോകണം. പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകണം. പിന്നെ ഒരു മാളിൽ പോകണം. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. പിന്നെ ചില സമയത്തുണ്ടല്ലോ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കഴുകാനിടും. അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ കഴുകാനിട്ടിട്ട് പെട്ടെന്ന് ഞാനിതൊക്കെ വേസ്റ്റിലൊക്കെ ഇട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യും. എനിക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. അപ്പുറത്തെ സൈഡ് ഓക്കെ, അവിടെ ഓൾറെഡി നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാട്ടർ പ്യൂരിഫയർ വെച്ചുകൊണ്ട് എത്ര ക്ലീൻ ചെയ്താലും അവിടെ ഇച്ചിരി വെള്ളങ്ങൾ വരും. അപ്പം പിന്നെ എനിക്ക് ആ ഒരു ഏരിയനേക്കാളും ഈ ഏരിയ ഡ്രൈ ആയി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ എന്താ പറയുക, ഒന്നിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അത്ര എന്താ പറയുക, എക്സ്പേർട്ട് എന്നാണ് പറയാൻ വന്നത്, എക്സ്പേർട്ട് എന്നല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കഴിക്കാനൊക്കെ പറ്റും, എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഉപ്മാവിന് വേണ്ട വെള്ളമൊക്കെ സൈഡിൽ എടുത്ത് വെച്ചു. പുതിയ പാത്രത്തിൻ്റെ ആവേശമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, സത്യം ഇതൊക്കെ നല്ല പാത്രമാണ്. നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കുറച്ചൊന്ന് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുക്കിംഗ് നമുക്ക് മടിയായി തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് മതി. ഞാൻ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒരു കമൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വ്യൂവേഴ്സിന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ഈ ചാനലിൽ ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതലും ഫസ്റ്റ് ചാനലാണെങ്കിലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി ആയിരുന്നു. അതായത് കൂടുതലും നമ്മുടെ മീൻസ് മാർക്കറ്റിൽ വരുന്ന പ്രൊഡക്ട്സിൻ്റെ അല്ല, സാധാരണ നമ്മുടെ ആലുവേര, ഹണി അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന DIY ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെന്നയുടെ. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ആൾക്കാർ അങ്ങനെ DIY ചെയ്യണത് കുറവാണ്. ആൾക്കാരെല്ലാവരും ക്രീമുകൾ യൂസ് ചെയ്യാനാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ ചെയ്യുന്നതും മീൻസ് അങ്ങനത്തെ പ്രോഡക്റ്റുകളുടെ റിവ്യൂസും അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ആണെങ്കിലും ഞാൻ അധികം ബ്യൂട്ടി റിലേറ്റഡ് കാണാറുണ്ട്, പക്ഷെ അതിലൊന്നും ഇങ്ങനെ DIY വരുന്നത് കുറവാണ്. അപ്പോൾ എൻ്റെ മിനിയാന്നത്തെ വീഡിയോയിലാണെങ്കിലും, ലോങ് വീഡിയോ അല്ല ഷോർട്ട് വീഡിയോയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു 1K ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ എന്നെ കേൾക്കാൻ തുടങ്ങുന്ന ഒരു സമയം വരുവാണെങ്കിൽ
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്ലോ ആയി ആടിപ്പാടി ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും അത് വേണ്ട. ഞാൻ എന്താ ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നതെന്നല്ലേ, ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യമാണേ. എവിടെയെങ്കിലും ഒരു ഡോറോ ഒരു ജനലോ നമ്മൾ അറിയാതെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതുങ്ങൾ കൈയിട്ട് തുറന്ന് അകത്ത് കയറി ഇനി വീട്ടിൽ ഒരു സാധനം ബാക്കി വെക്കില്ല. 2 തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടും അങ്ങനെ അബദ്ധം പറ്റി. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടത് കൈയോടാണ് കാര്യം ചെയ്തത്, ഒരു കയ്യിൽ ഫോണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആ നെയ്യുടെ ടോപ്പ് അടക്കാൻ വേണ്ടിയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊന്ന് ക്ലീനിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പോകണമല്ലോ. അപ്പം പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രാന്ത് ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ഞാൻ എല്ലാം കഴിയും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രാന്ത് തോന്നുമ്പോൾ അപ്പം ക്ലീൻ ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ എനിക്കറിയാം ആ ഒരു പാത്രങ്ങളുടെ ഇടയിൽ ആ കുട്ടി കുട്ടി സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇടയിൽ പൊടികളുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് റവയും പുട്ടും ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും പണി കിട്ടാറ്. ബാക്കിയൊക്കെ എനിക്ക് ഓക്കെയാണ്. ഇത് രണ്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടാണെങ്കിൽ തേങ്ങയും അതും ഇതൊക്കെ വീഴും, റവയാണെങ്കിൽ റവയുടെ പൊടി വീഴും. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഈ പരിപാടി ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. എന്നാലും ഈ ഒരു സൈഡിലിരിക്കുന്ന പാത്രങ്ങളിൽ കൂടെയൊക്കെ കഴുകി കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഇവിടെ നമുക്കൊരു സൂ ഉണ്ട്. അപ്പോൾ ആ സൂവിൽ നിന്നാണോ അതുകൊണ്ടാണോ ഇവിടെ കുറച്ച് കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ബാക്കിലുണ്ട്. അവിടെ നിന്നാണോ ഈ കുരങ്ങന്മാർ വരുന്നതെന്ന് അറിയില്ല. അപ്പം ഒരു അശ്രദ്ധ മതി, മൊത്തം നമ്മുടെ വീട് കുട്ടിച്ചോറാക്കും. ഇത് ഞാൻ എന്താ അറിയുക പാത്രം കാണിച്ചത്, സാധാരണ ഞാൻ എൻ്റെ മറ്റ് പാത്രങ്ങളിലാക്കുമ്പോഴുണ്ടല്ലോ പകുതി അതിൽ പറ്റി പിടിച്ച് കിടക്കാറുണ്ട്. ഇപ്പോൾ പുതിയതായതുകൊണ്ട് മൊത്തം തുടച്ച് വന്ന് അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി, ചായയും സെറ്റായി. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ വിളക്ക് അണച്ചു. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കത്തിച്ച് വെച്ചത്. ഈ പൊടി ഉണ്ടല്ലോ നമ്മുടെ ചന്ദനത്തിരിയുടെ പൊടിയാണ് കേട്ടോ. അതിന് പിന്നെ ഞാൻ ഈവനിങ്ങിലാണ് അതൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും തിരിയൊക്കെ മാറ്റി കത്തിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്താ പറഞ്ഞത്, ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കണം. ഞാൻ 6 മണിയൊക്കെ ആകുമ്പോഴാണ് വിളക്ക് വെക്കാറുള്ളത്. അത് കഴിഞ്ഞ് 8 മണി ആകുമ്പോഴേക്കും വിളക്ക് അണക്കും. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് എന്തൊക്കെയോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ടിട്ടു. എന്നിട്ട് പെട്ടെന്ന് ഞാൻ കിച്ചൺ കൂടെ ക്ലീൻ ചെയ്തു. ഈ ഒരു സൈഡ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നല്ലോ, ഇതും കൂടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തതിൽ മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ കറിവേപ്പിലയൊക്കെ ഡ്രൈ ആക്കിയിട്ട് ഒരു ബാസ്ക്കറ്റിലിട്ട് ഉണക്കുകയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഒരു പാത്രത്തിലിട്ട് വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മുടെ സ്ലേവ് ഉണ്ടല്ലോ, കൗണ്ടർ ടോപ്പ് തുടച്ചിട്ടുണ്ടല്ലോ, അവിടെ ഇട്ടിട്ട് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും നല്ല ഡ്രൈ ആവും. എന്നിട്ടത് സിംഗിളാക്കിയിട്ട് ഒരു ഡവറയിലിടും. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് എന്താ അറിയോ, ബാക്കി മല്ലിയില ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്താലും എനിക്ക് ഒരു വീക്ക് പോവും, പിന്നെ അത് മോശമാവും. അപ്പം ഞാൻ ഒരു കുപ്പിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് വെച്ചു. എനിക്കറിയില്ല ഇത് വർക്കൗട്ട് ആവുന്നു, കാരണം ഇത്രയും വെള്ളം അടിയിലുണ്ടാകുമ്പോൾ അത് ചീഞ്ഞ് പോയില്ലേ. അതെന്തേലും ആവട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ മിഷ്യൻ്റെ പണി തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് അലക്കിയിട്ടിട്ടുണ്ടായിരുന്ന തുണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പെട്ടെന്ന് എടുത്ത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വരാൻ നല്ല ലേറ്റായി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ എനിക്ക് നാളത്തേക്ക് വരും. നാളെയാണെങ്കിൽ മൺഡേ വർക്കിംഗ് ഡേ ആണ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചെയ്യാം. പക്ഷെ എന്തോ നീവു അതിനൊന്നും എന്നെ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ച് ഞാൻ എടുത്തില്ല, പെട്ടെന്ന് റെഡിയായി നമ്മൾ പോവുകയാണ്. കുറച്ച് ലോങ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന്. അപ്പം സിസ്റ്ററിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മാളിലും അവിടെ നിന്നൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഷെഫ് പിള്ളയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഞാൻ നൂൽ പൊറോട്ടയും മട്ടൻ കറിയും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേറെ ഓർഡർ ചെയ്തു. ഏട്ടൻ മീനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ കാണുന്നത്. പക്ഷേ പിന്നെ അവരുണ്ടല്ലോ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വേറെ ഷെഫ് പിള്ളയാണ്, ഇവിടെ ഇനി പോവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് മുന്നേ വന്നപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ പഴയ സ്ഥലത്ത് പോവില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കയറി. പക്ഷേ ഇവർ ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈറ്റായിരുന്നു. അങ്ങനെ ഈ ഒരു മാളിലേക്കാണ് നമ്മൾ പോണത്. അവിടെ പോയിട്ട് കുറച്ചിങ്ങനെ ഡ്രസ്സും കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനൊന്നും വാങ്ങിയിട്ടില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്, മാളിൽ വന്നിട്ട് ഡ്രസ്സ് നോക്കിക്കഴിയുമ്പോൾ
ഞാൻ തന്നെ കമ്പയർ ചെയ്യും. ഈ ഡ്രസ്സാവുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇത്ര ആയിരിക്കും അല്ലേ, മീഷോയിൽ ഇത്ര ആയിരിക്കും അല്ലേ, നഷ്ടമായിരിക്കും അല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും ഡ്രസ്സ് എടുക്കാനും തോന്നില്ല, അവസാനമായിട്ട് വാങ്ങിത്തരുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ടിരുന്നു. ഇവർ ചായയും ബണ്ണിൻ്റെ ബൺ മസ്കയല്ല, എന്തോ ഒരു സംഭവം അതുണ്ടായിരുന്നു. ഇത് സഫ്രോൺ ചായയാണ് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ സിസ്റ്റർ വീട്ടിലെത്തി, അവിടുത്തെ കുറച്ച് നേരം കുട്ടികളൊക്കെ കളിച്ചു. ഇവിടെ നിന്നൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കട്ട് മാത്രമായിട്ട് എടുത്തതാണ്. പിന്നെ അവളെനിക്ക് കുറച്ച് ബാഗ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി സെറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഇവരെ കുറച്ച് സമയം കളിപ്പിച്ച് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് സന്തോഷം ചെയ്യും. ഒന്നാമത് നമുക്കിനി വീട്ടിൽ പോയിട്ട് പണിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവരെ കളിപ്പിച്ച് വീണ്ടും ഇവരുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ച് കയറി. അവിടുന്ന് അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, എനിക്ക് ഇന്ന് മീഷോയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവരെന്തോ ഫ്രോഡാണ്, അവരെന്നെ നല്ല രീതിക്ക് പറ്റിക്കുമായിരുന്നു. പക്ഷേ എവിടെയോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് OTP കൊടുത്തു, പിന്നെ ഞാൻ OTP ഒന്നും കൊടുത്തില്ല. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോ ആയിട്ടും ക്ലിയർ ആയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അതായത് ഇവരുടെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോണത് നേരെ ഫുഡ് കഴിക്കാനാണ്. അവിടെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ചെറിയൊരു ചമ്മലോ മടിയോ ഒക്കെ കൊണ്ട് ഞാൻ എടുത്തില്ല. കാരണം തന്നെ ഞാൻ മോൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഞാൻ അവിടുത്തെ ഒരു എൻട്രൻസ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് സൺഡേ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.